ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? ഓപ്ഷൻസ്: വിശാലമായ കാഴ്ചമേഖല നൽകുക, ബ്ലൈൻഡ് സ്പോട്ട് പൂർണ്ണമായും ഒഴിവാക്കുക, പിന്തുടരുന്ന വാഹനത്തിൻ്റെ വേഗത നിർണ്ണയിക്കാൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വിശാലമായ കാഴ്ചമേഖല നൽകാൻ വേണ്ടിയാണ് റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ലേണേഴ്സ് കരസ്ഥമാക്കിയതിന് ശേഷം കുറഞ്ഞത് എത്ര ദിവസത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാവുന്നത്? ഓപ്ഷൻസ്: 7 ദിവസം, 30 ദിവസം, 60 ദിവസം, 90 ദിവസം. ഒരാഴ്ച, 1 മാസം, 2 മാസം, 3 മാസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 30 ദിവസമാണ്. 30 ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകാൻ കഴിയുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മുന്നിൽ തടസ്സം ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മുന്നിൽ തടസ്സം ഉണ്ട്. മുന്നിൽ തടസ്സമുണ്ട് എന്നുള്ളത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിലുള്ള ആൻസർ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എ ക്രോസ് റോഡാണ്, ബി റെയിൽവേ ആണ്, സി യും ഡിയും ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവും, സിയും ഡിയും. അപ്പോൾ ഒന്ന് ഫെറിയും ഒന്ന് തടസ്സമാണ്. അപ്പോൾ ഒന്ന് ഡി ആണ് ആൻസർ. നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ഇടത്തേക്ക് തിരിയുന്നതിന് മുമ്പ് എന്താണ് ആദ്യം പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: വലതുവശത്തെ റിയർ വ്യൂ മിറർ, ഇടതുവശത്തെ റിയർ വ്യൂ മിറർ, നിങ്ങളുടെ വലത് തോളിൽ കൂടി പിന്നിലേക്ക് നോക്കുക, അകത്തെ കണ്ണാടി. ഇടത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് പരിശോധിക്കേണ്ടത്? ഇടത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ഇടതുവശത്തെ റിയർ വ്യൂ മിററാണ് നോക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് നിങ്ങളെ ഒരു സുരക്ഷിത ഡ്രൈവറാക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്? ഓപ്ഷൻസ്: ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ സുരക്ഷയും മറ്റു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും ഞാൻ ഉത്തരവാദിയാണ്. അപകടം ഉണ്ടാക്കുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്നത് ഭാഗ്യത്തിൻ്റെ കാരണമാണ്. മറ്റു റോഡ് ഉപയോക്താക്കൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. മറ്റു ഡ്രൈവർമാർ അശ്രദ്ധരാണ്. എനിക്ക് സുരക്ഷാബോധമുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉത്തരവാദിത്തമാണ്. ആരുടെ? നമ്മുടെ. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക, പശുവിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുക, പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോകുക, ഇടതുവശത്തു കൂടി കടന്നു പോകുക. ആറാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇതെന്താണ്? പശു കുറുകെ നിൽക്കുമ്പോൾ നമ്മൾ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക. ആര്? പശു മാറുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാത്തവർക്ക് നിങ്ങൾ എന്തെങ്കിലും ട്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അതായത് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നോക്കാം. ഈ ചിഹ്നം ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻസ്: എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല, എൻജിൻ ഫാൻ തകരാറിലാണ്, എൻജിൻ ചാർജിങ് തകരാറിലാണ്, ട്രാക്ഷൻ കൺട്രോൾ തകരാറിലാണ്. ഇത് 4 വീലറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ചിലർ 2 വീലർ ടെസ്റ്റ് മാത്രം എഴുതുന്നവരുണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, 4 വീലർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർത്തു വെച്ചോളൂ. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം: ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയൻസ് എന്നാൽ എന്ത്? വാഹനത്തിൻ്റെ ഒരു സർക്കിൾ തിരിക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം, ഒരു കോർണർ തിരിയുന്നതിന് വേണ്ടി വാഹനം തിരിയുന്നത്, ഒരു വാഹനം വട്ടത്തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം, ഇടത്തുനിന്ന് വലത്തോട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വൈദ്യോപദേശം തേടുക, അത്യാവശ്യ യാത്രകളിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് പരിമിതപ്പെടുത്തുക, സ്ഥിരം ലൈസൻസ് ഉടമയോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക, കുറഞ്ഞ ദൂരത്തേക്ക് മാത്രം ഡ്രൈവ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എ ആണ്. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വൈദ്യോപദേശം തേടുക. അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുക. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം: 2017 മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസിൻ്റെ ലംഘനത്തിന് പിഴ ചുമത്താൻ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത്? സെഷൻ 177A, സെഷൻ 177, സെഷൻ 184, സെഷൻ 185. ഏത് സെഷനാണ് ഉപയോഗിക്കുന്നത്?
സെഷൻ 177A ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പിഴ ചുമത്താൻ ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത്? 11ാമത്തെ ചോദ്യം, റോഡ് ഉപയോക്താവ് എന്നാൽ താഴെ പറയുന്നവയിൽ ആരാണ് ഉൾപ്പെടുന്നത്? ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി, ഒരു വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, ഒരു കാൽനടയാത്രക്കാർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മൂന്നും ശരിയാണ്. 3 പേരും റോഡ് ഉപയോക്താക്കളാണ്. വാഹനം ഓടിക്കുന്ന വ്യക്തി, വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, കാൽനടയാത്രക്കാർ. ഇവരൊക്കെ റോഡ് ഉപയോക്താക്കളിൽ പെടുന്നവരാണ്. നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടുങ്ങിയ റോഡ്, ഹമ്പ്, തുരങ്കം, അപകടകരമായ ഡിപ്പ്. ഇടുങ്ങിയ റോഡാണോ, അല്ലെങ്കിൽ ഹമ്പാണോ, തുരങ്കമാണോ, അപകടകരമായ ഡിപ്പാണോ? ഇതെന്താണ്? ഇടുങ്ങിയ റോഡല്ല, ഹമ്പല്ല, തുരങ്കമല്ല, അപകടകരമായ ഡിപ്പാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. 13ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധിത വൺ വേ, നിർബന്ധമായി മുന്നോട്ട് മാത്രം പോകുക, സൈഡ് റോഡുകളില്ല, പ്രവേശനമില്ല. അപ്പോൾ ഈ ബ്ലൂ സർക്കിൾ വരുന്നത്, ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ സർക്കിൾ എന്താണ്? നിർബന്ധം എന്ന് പറയുന്നതാണ് ബ്ലൂ സർക്കിളിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിർബന്ധമായി മുന്നോട്ട് മാത്രം പോകുക എന്നതുമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് വീണ്ടും ചിത്രമാണ് വരുന്നത്. 14ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? താഴെ 4 സിഗ്നൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം തന്നിട്ട് സിഗ്നൽസ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിഗ്നൽസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അതെന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഇതാക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 15ാമത്തെ ചോദ്യം, ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഇരുദിശയിലും വാഹനങ്ങൾ, ഓവർടേക്കിംഗ് ഉണ്ട്, പിന്നെ പാർക്കിംഗ് പാടില്ല എന്നുണ്ട്, നിയന്ത്രണം പിന്നെ കാറിനും സൈക്കിളിനും പ്രവേശനമില്ല എന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. 16ാമത്തെ ചോദ്യം, മറ്റ് വാഹനങ്ങളെ വളരെ അടുത്ത് പിന്തുടരേണ്ടതിരിക്കേണ്ടതിൻ്റെ ഏറ്റവും നല്ല കാരണം ഏതാണ്? ചെറിയൊരു ക്വസ്റ്റ്യൻ്റെ വലിയൊരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ആൻസേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ആൻസേഴ്സ് വായിക്കാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സി ആണ്. മുന്നിലേക്കുള്ള കാഴ്ച വർദ്ധിപ്പിക്കാനും വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയാൽ മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാനുമാണ്. 17ാമത്തെ ചോദ്യം, ഒരു റെന്റ് എ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? വെള്ള പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരം, മഞ്ഞ പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരം, കറുത്ത പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരം, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം. പശ്ചാത്തലം എന്നും വരാം, പ്രതലം എന്നും വരാം. അതാണ് ഞാൻ അങ്ങനെ വായിച്ചത്. അപ്പോൾ 17ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങളാണ്. ഒരു റെന്റ് എ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 18, നിങ്ങൾ രാത്രി നല്ല വെളിച്ചമുള്ള റോഡിൽ വാഹനം ഓടിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും ഓപ്ഷൻസ്, നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഉപയോഗിക്കുക, നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് മാത്രം ഉപയോഗിക്കുക. 18, അപ്പോൾ നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഉപയോഗിക്കരുത്, ലോ ബീമിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 19, വാഹനങ്ങൾ ഒരു ദിശയിൽ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ പറഞ്ഞവയിൽ ഏതാണ്? ഒരു ദിശയിൽ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൻ്റെ ഉത്തരമാണെന്ന് പറയുന്നതാണെങ്കിൽ അത് ഡി എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ഈ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ദിശയിൽ നിരോധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പാർക്കിംഗ് ബോർഡ് അവിടെയുണ്ട്, ഒരു കാറും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷനൊന്നും വായിക്കാതെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെന്താണ്? ടാക്സി ഓർ സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലമാണ്. പി ഫോർ പാർക്കിംഗ്
ആണെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് ഓപ്ഷൻസ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടാക്സി പാർക്കിംഗ് ഓർ ടാക്സി സ്റ്റാൻഡ് ആണ്, ഓപ്ഷൻ ബി. ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? അത് ശ്രദ്ധ കൂട്ടുന്നു, അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറക്കുന്നു, അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, അത് ഏകാഗ്രത കൂട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കും നമുക്കും മറ്റുള്ളവർക്കും അപകടമുണ്ടാകാൻ സാധ്യതയില്ല, അപകടമുണ്ടാകും, അത് തീർച്ചയാണ്. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അതൊരു സിഗ്നൽസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുത്തനെയുള്ള കയറ്റം സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കുത്തനെയുള്ള കയറ്റം. അപ്പോൾ ഇതിൽ ഇടത് റിവേഴ്സ് ബെൻഡ്, വലത് റിവേഴ്സ് ബെൻഡ്, കുത്തനെയുള്ള ഇറക്കം, കുത്തനെയുള്ള കയറ്റമാണ് തന്നിരിക്കുന്ന ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുത്തനെയുള്ള കയറ്റം, ഓപ്ഷൻ ഡി. 23ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലം ഏതാണ്? ആശുപത്രിയുടെ പ്രവേശന കവാടം, പാർക്കിംഗ് നിരോധിച്ചിടത്ത്, നടപ്പാതയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ ഇത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കാരണം നടപ്പാതയിലും പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്ന സ്ഥലത്തും ആശുപത്രിയിലെ പ്രവേശന കവാടത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർക്കിംഗ് പറ്റില്ല അല്ലേ. അവിടെയൊക്കെ എപ്പോഴും പാർക്കിംഗ് നമുക്ക് സാധ്യമല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരി ഉത്തരമാണ്. ഇനി 24ാമത്തെ ചോദ്യം. ഒരു എമർജൻസി വാഹനത്തിന് താഴെ പറയുന്നവ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ചുവന്ന ട്രാഫിക് സിഗ്നൽ കടന്നു പോകാം, വേഗപരിധി മറികടക്കാം, നോ എൻട്രി അല്ലെങ്കിൽ വൺ വേ അനുസരിക്കാതിരിക്കാൻ കഴിയും, റോഡിൻ്റെ ഷോൾഡറിലൂടെ വാഹനം കടന്നു പോകാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതിലേതാണ് ശരിയായ ഉത്തരം? 4 ശരിയാണ്. ഒരു എമർജൻസി വാഹനമാണ് അല്ലെ. എമർജൻസി വാഹനത്തിന് എങ്ങനെയും കടന്നു പോകാം. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 25ാമത്തെ ചോദ്യം നമുക്കൊരു സിഗ്നൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മളോട് ചോദ്യം. Y ഇൻ്റർസെക്ഷൻ, സ്റ്റാഗ്ഡ് ഇൻ്റർസെക്ഷൻ, T ഇൻ്റർസെക്ഷൻ, S ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? സ്റ്റാഗ്ഡ് ഇൻ്റർസെക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റാഗ്ഡ് ഇൻ്റർസെക്ഷൻ. സിഗ്നൽസ് ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക, അതിനുശേഷം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വലത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡ് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വലത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡ്. ഹെയർപിൻ വളവുണ്ട്, സ്റ്റാഗ്ഡ് ടെൻഷനുണ്ട്, നിർബന്ധമായും വലത്തോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് തിരിയുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വലത്തോട്ടുള്ള റിവേഴ്സ് ബെൻഡ്. വലത്തോട്ടൊക്കെ ഒരു ഏറോ കാണുന്നില്ലേ, വലത്തോട്ട് റിവേഴ്സ് ബെൻഡ്. ഇനി 27ാമത്തെ ചോദ്യം ഒരു സിഗ്നൽ തന്നെയാണ്, നോക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? റോഡ് ഉപയോക്താക്കൾ നിരോധിച്ചിരിക്കുന്നു, കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു, എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും വാക്കിംഗ് സോൺ, കാൽനട ക്രോസിംഗ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, കാൽനട യാത്രക്കാരെ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെഡ് സർക്കിളിൽ ഒരു മാർക്കിംഗ് വരുന്നത് നിരോധനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാൽനട യാത്രക്കാരെ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്ക് 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു സിഗ്നലിൽ 2 വരിയായി വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നിടത്ത് പിന്നിൽ നിന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? മുഴുവൻ വാഹനവും കടന്ന് അവരുടെ മുന്നിൽ നിർത്തുക, ഉചിതമായ പാതയിൽ അവസാന വാഹനത്തെ പിന്നിൽ നിർത്തുക, റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ നിർത്തുക, നിങ്ങൾ മറ്റു ഡ്രൈവർമാരെ പിന്തുടരുക. എന്താണ് ഇതിൻ്റെ ആൻസർ? ബി ആണ്, ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക സിഗ്നലിൽ. ഓക്കെ. ഇനി 29ാമത്തെ ചോദ്യം. ബ്രേക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഗിയറുകളുടെ സഹായത്തോടെ വാഹനം നിർത്തുന്നത് എങ്ങനെയാണ്? ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നു, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു, ക്ലച്ചും ബ്രേക്കും ഒരേ സമയം അമർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? സി ആണ് ആൻസർ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.